2024 LDC എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 20 മാർക്സിന് 20 മാർക്കിന് എന്താണ് കറണ്ട് അഫെയർസ് ആണ് വന്നിട്ടുള്ളത്. അതിലൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഒരു ബുക്ക് അതിൻ്റെ ഓതർ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ളത്. ഒരു പുസ്തകവും അത് എഴുതിയ ആളെയും എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ബുക്സും അത് ആരുടെ കൃതിയാണ് എന്നുള്ളതും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിശബ്ദ സഞ്ചാരങ്ങൾ ബെന്യാമിൻ്റെ കൃതിയാണ് നിശബ്ദ സഞ്ചാരങ്ങൾ. 16ാമത് മലയാറ്റൂർ അവാർഡ് നേടിയിട്ടുള്ള ബെന്യാമിൻ്റെ കൃതിയാണ് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്നത്. നിശബ്ദ സഞ്ചാരങ്ങൾ ബെന്യാമിൻ. അപ്പോൾ ഓരോ കൃതിയും എഴുത്തുകാരനും കിട്ടുമ്പോൾ അപ്പം തന്നെ പഠിച്ചു വെക്കുക. പിന്നെ ഒരു സമയത്തേക്ക് മാറ്റി വെക്കേണ്ട, അത് പിന്നെ നോക്കാം എന്നുള്ളത് വേണ്ട, അപ്പം തന്നെ പഠിച്ചു വെക്കുക. പിന്നെ എക്സാം ടൈമിൽ എക്സാം ഹാളിലായിരിക്കും അന്ന് പഠിച്ചിരുന്ന ആ മാർക്ക് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വരും. അപ്പോൾ കിട്ടുന്ന പോയിൻറ്റ്സ് അപ്പോൾ പഠിച്ചു പോവാം. അപ്പോൾ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നിശബ്ദ സഞ്ചാരങ്ങൾ ബെന്യാമിൻ. 16ാമത് മലയാറ്റൂർ അവാർഡ് നേടിയിട്ടുള്ള കൃതിയാണ്. അപ്പോൾ അതുകൂടെ ഒരു പോയിൻ്റായിട്ട് നമ്മൾ കണ്ടതാണ്. 16ാമത് മലയാറ്റൂർ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാരാണ്? ബെന്യാമിൻ. കൃതി നിശബ്ദ സഞ്ചാരങ്ങൾ. രണ്ടാമത്തത് ആൻറ്റി ക്ലോക്ക് VJ ജെയിംസ്. ഇത് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആൻറ്റി ക്ലോക്ക് VJ ജെയിംസ് 2023 മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയിട്ടുള്ളത്. 2023 മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് കിട്ടിയിട്ടുള്ളത് ആൻറ്റി ക്ലോക്ക് VJ ജെയിംസ്. അടുത്തത് വൈ ഭാരത് മാറ്റേഴ്സ് S ജയകുമാർ. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. വൈ ഭാരത് മാറ്റേഴ്സ് S ജയകുമാർ. ഇവിടെ നമുക്ക് ഓപ്ഷനിൽ S ജയകുമാർ, K ജയകുമാർ ഇങ്ങനെയൊക്കെ ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ മാറിപ്പോവാതിരിക്കട്ടെ. വൈ ഭാരത് മാറ്റേഴ്സ് ആരുടേതാണ്? S ജയകുമാർ. ആൻഡ് ഫോർത്ത് വൺ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി മനോജ് മുകുന്ദ് നരമനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി മനോജ് മുകുന്ദ് നരമനി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നാരകങ്ങളുടെ ഉപമ E സന്തോഷ് കുമാർ. നാരകങ്ങളുടെ ഉപമ E സന്തോഷ് കുമാർ. 16ാമത് ബഷീർ അവാർഡ് നേടിയിട്ടുള്ളത് E സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയാണ് നാരകങ്ങളുടെ ഉപമ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് മുഴക്കം P.F. മാത്യൂസ്. അടുത്തത് പരാജയപ്പെട്ട കമ്പോള ദൈവം M.B. രാജേഷ്. M.B. രാജേഷ്. അടുത്തത് താർക്കികരായ ഇന്ത്യക്കാർ. പരാജയപ്പെട്ട കമ്പോള ദൈവം M.B. രാജേഷ്. താർക്കികരായ ഇന്ത്യക്കാർ അമർത്യ സെൻ. ഇപ്പോൾ നാരകങ്ങളുടെ ഉപമ E സന്തോഷ് കുമാർ, മുഴക്കം P.F. മാത്യൂസ്, പരാജയപ്പെട്ട കമ്പോള ദൈവം M.B. രാജേഷ്, താർക്കികരായ ഇന്ത്യക്കാർ അമർത്യ സെൻ. അടുത്തതായിട്ട് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുത്തുകാരൻ ശ്രീകുമാരൻ തമ്പി. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി. വിക്ടറി സിറ്റി സൽമാൻ റഷ്ദി. അടുത്തത് സ്പെയർ ഹാരി രാജകുമാരൻ. ഇത് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പെയർ ഹാരി രാജകുമാരൻ. ദി ക്ലൈമറ്റ് ബുക്ക് ഗ്രേറ്റ തുൻബർഗ്. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും ശ്രീകുമാരൻ തമ്പി. വിക്ടറി സിറ്റി സൽമാൻ റഷ്ദി. സ്പെയർ ഹാരി രാജകുമാരൻ. ദി ക്ലൈമറ്റ് ബുക്ക് ഗ്രേറ്റ തുൻബർഗ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. നിശബ്ദ സഞ്ചാരങ്ങൾ ബെന്യാമിൻ. ആൻറ്റി ക്ലോക്ക് VJ ജെയിംസ്. വൈ ഭാരത് മാറ്റേഴ്സ് S ജയകുമാർ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി മനോജ് മുകുന്ദ് നരമനി. നാരകങ്ങളുടെ ഉപമ E സന്തോഷ് കുമാർ. മുഴക്കം P.F. മാത്യൂസ്. പരാജയപ്പെട്ട കമ്പോള ദൈവം M.B. രാജേഷ്, താർക്കികരായ ഇന്ത്യക്കാർ അമർത്യ സെൻ. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും ശ്രീകുമാരൻ തമ്പി. വിക്ടറി സിറ്റി സൽമാൻ റഷ്ദി. സ്പെയർ ഹാരി രാജകുമാരൻ. ദി ക്ലൈമറ്റ് ബുക്ക് ഗ്രേറ്റ തുൻബർഗ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.